താനും കണക്കാം അയാളും കണക്കാം, തന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷേ അങ്ങനെയൊന്നും അയാളോട് പറയണ്ടായിരുന്നു. അയാളൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അന്നേരം പെട്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്തതല്ലേ. ഓ, പക്ഷേ ജിമി അവനെല്ലാം അറിഞ്ഞോണ്ടായിരിക്കും. അതോ ഇനി അവനൊന്നും അറിയില്ലേ? ഓ, ആലോചിച്ചിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്താണെങ്കിൽ ജിമ്മിൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാത്തിനും പേർക്ക് എടുത്ത് ഫ്ലൈറ്റും കയറി ഒരു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഷോ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ വന്നിട്ട് കൺവിൻസ് എങ്കിലും ചെയ്തെടുത്തേനെ. ഇനി ഞാൻ എങ്ങനെ ശരിയാക്കുമല്ലോ? ചിലപ്പോൾ അവര് തിരക്ക് ഇന്ത്യയിലേക്ക് വരുമായിരിക്കും അല്ലേ? വന്നാ മതിയായിരുന്നു. അപ്പോ ബാങ്ക് ബേബീസ്, അങ്ങനെ ഞങ്ങള് ഇത്രയും കാലത്തിന് ശേഷം ഇന്ന് പിരിയുകയാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാള് നിങ്ങൾ ഞങ്ങളെല്ലാവരെയും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചു. അതിനൊക്കെ ഞങ്ങളെന്താ പകരം ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റേജിൽ വരാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സങ്കടമുണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളൊന്നും കിട്ടുന്നേയില്ല. ഇത്രയും നാളും ഓരോ പ്രാവശ്യം സ്റ്റേജിലേക്ക് വരുമ്പോഴും സന്തോഷം കൊണ്ടാണ് കണ്ടു നിറയാറുള്ളത്. പക്ഷെ ഇപ്പോ എനിക്ക് I love you so much, Bank Babies. I love you so much. ബാങ്ക് ബേബീസ്, ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അപ്പുറം അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ അതിനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് അങ്ങോട്ടും തന്നു. ഇപ്പോൾ പെട്ടെന്നൊരു നിമിഷം പിരിയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര, എനിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഇതൊക്കെയാ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ കൂട്ടത്തിലെ ലീഡറൊക്കെ തന്നെയാണ്. ഞാനാണ് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടതും സംസാരിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ ഈ ഒരു മൊമെന്റിൽ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. അതാണ് ഒരു സത്യം. എനിക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഞങ്ങളൊക്കെ ഇനി പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. വരണം. പക്ഷേ എല്ലാ പ്രശ്നം പോലെ ഓടിക്കൂടൊന്നും ചെയ്യരുത്. ഞങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ട നിങ്ങൾ ബാങ്ക് ബോയ്സ് അല്ലേ എന്നൊക്കെ ചോദിച്ച് സമാധാനത്തോടെ സംസാരിച്ച്, അതെന്താ പറയണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ജിമ്മി പറഞ്ഞ പോലെ ബാക്കിയുള്ള മെമ്പേഴ്സിനെയും ബാക്കിയുള്ള ബാൻഡിലുള്ള ആൾക്കാരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നാളും ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഏത് ഡിസിഷൻ എടുത്താലും, അതിപ്പോൾ ഫ്യൂച്ചറിലെ ഏത് ഡിസിഷൻ എടുത്താലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇപ്പോഴത്തെ പോലെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഞാൻ ഈ കഴിഞ്ഞ 1 year ആയിട്ട് നിന്നോട് പറയുന്ന എല്ലാം സ്വപ്നമാണെന്ന് വിചാരിക്കേ. ഒരു പക്ഷേ സ്വപ്നമായാൽ പോലും ചില സ്വപ്നങ്ങൾ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ശരിയാണ്, ചില സ്വപ്നങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റില്ല. പക്ഷേ എത്തുന്നത് അതോർത്ത് ഇങ്ങനെ ജീവിക്കും. എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല. എന്നോട് ചോദിക്കുകയും ചെയ്യരുത്, എനിക്കറിയില്ല. എല്ലാരും നിർത്തിക്കേ. ജുവ, ഞാൻ പറയായിരുന്നു, ശ്രദ്ധിച്ചേക്ക്. അവരാരും പറഞ്ഞിട്ടില്ല അവർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന്. നമ്മളാണ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയത്. പിന്നെ എന്തെങ്കിലും ഒരു തരം സ്നേഹമുള്ളവരുണ്ടായിരുന്നെങ്കിൽ അവര് തിരക്കി വരില്ലായിരുന്നോ? ജോ, വാട്ട് യു മീൻ? നീ എന്താ പറയുമ്പോഴല്ല നമ്മളെന്ന് പറയുന്നത് ഇവിടെ ജുവാനയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ? അത് ഞാൻ വേണ്ട ചായ, പറയാൻ ബുദ്ധിമുട്ടുണ്ട. ഞങ്ങൾക്ക് മനസ്സിലായി. യു ലവ് ഹിം. തേനെ നീ ലവ് ചെയ്യുന്നുണ്ട്. ലവ്? Yeah, I love him. എന്തുകൊണ്ടാ നീ ഇത് ഞങ്ങളോട് നേരത്തെ പറയാണ്ടിരുന്നത് ജോ? എന്തിനാ പറയുന്നത്? നിങ്ങൾ തന്നെയല്ലേ ആവശ്യമില്ലാത്തവരും നിന്റെ മനസ്സിൽ കുത്തിക്കയറ്റി ഇനി ഈ അവസ്ഥയിലാക്കിയത്. നീ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അത് കാര്യക്കെടുക്കില്ലെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ. ഞാൻ സ്ട്രെയിറ്റ് ആണോ അല്ലേ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ love him. എന്തൊരു വിദ്യ ദൈവമേ ഞങ്ങൾക്ക്. ഹലോ, ആരാ? പറയടാ. ഓക്കെ. ആരാ ദീച്ചി വിളിച്ചേ? അതെൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ. വെറുതെ വിളിച്ചതാ, വേറെ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ പൊന്നു ജുവാ, വാ കൊണ്ടെടുക്കാതെ കൈ കൊണ്ടെടുക്കണേ. വാ കൊണ്ടെടുത്താലും കൈ കൊണ്ടെടുത്താലും സാധനം കിട്ടിയാ പോരെ? എന്റെ പൊന്നെ, നിങ്ങൾ രാവിലെ ഇങ്ങനെ തുടങ്ങല്ലേ? അതെ, ഞാൻ പുറത്തു വരെ പോവാ. പുതിയൊരു ജിമ്മിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വീട്ടിലുള്ള സെറ്റപ്പ് പോരെ നിനക്ക്? ഇനി പുറത്തുള്ള ജിമ്മിലും കൂടെ പോയി ആൾക്കാരെ നിന്റെ മസിൽ കാണിക്കണോ? പൊടി, അതൊന്നും പറഞ്ഞ എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്തായാലും പുറത്തോട്ട് പോയല്ലേ, ആ ഡോറും കൂടെ തുറന്നേക്ക്. ആരോ വന്നെന്ന് തോന്നുന്നു. ഉത്തരവ് മഹാറാണി. ഓ, ഈ കുരിശായിരുന്നു. ആടാ ഇൻവോ, നീ എപ്പോഴാ നാട്ടിൽ വന്നേ? ഞാനിപ്പോ ലാൻഡ് ചെയ്തോളൂടാ. എന്താ ജോ, തന്റെ കണ്ണി ഇൻവോ മാത്രമേ കാണുള്ളൂ, ഞങ്ങളൊന്നും കാണൂലേ? അതാരാ? ആരാ വന്നേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളേ. ഇവരുടെ ഇടയ്ക്ക് ഒന്ന് കാര്യമല്ല പറഞ്ഞപ്പോ ഞാനാ നിങ്ങളുടെ വീട് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിയിട്ട് വന്നേ. ആദ്യമായിട്ടാണ് എന്റെ കൂടെ ഒരു ഉപകാരം ഉണ്ടായത്. ഇവൻ അമ്പിന് വലിയ നടക്കുന്നില്ലല്ലോ. എങ്ങനെ ഇപ്പൊ ഒന്ന് സംസാരിക്കും? അതെ, ഞാൻ റൂമിൽ പോവാ, നിങ്ങളെല്ലാം സംസാരിക്കേ. എടാ പൊട്ട, നീ ഇങ്ങനെ വായി പഴം വെച്ച് ഒഴിക്കുന്നത് അവനോട് സംസാരിക്കുക. ഇപ്പൊ കിട്ടിയ ചാൻസ് അവൻ്റെ പുറകിന് പോവും. പോകാല്ലേ? ശരി, ഞാൻ പോയിട്ട് വരാം. അതെ, ഞാനിപ്പോ വരാവേ. ജോ, എനിക്കറിയാം തനിക്ക് എന്നോട് നല്ല ദേഷ്യമാണെന്ന് അന്നത്തെ കാര്യം വെച്ചിട്ട്. പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ നടന്ന ഒരു കാര്യവും എൻ്റെ അറിവോടുകൂടിയല്ല. നിങ്ങൾ വന്ന ജീവന് സന്തോഷമാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവന് ജുവാനെ ഇഷ്ടമായിരുന്നു. പിന്നെ തന്നോടൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് ബിഹേവ് ചെയ്തത് വെറും തമാശക്കൊന്നുമല്ല, എനിക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടാ. നിന്നെയോ അവരെയോ ഒരിക്കലും സങ്കടപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനൊന്ന് പറ്റിപ്പോയതാ.
ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താനൊരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. തനിക്ക് ചിലപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയിക്കോളാം. അവിടെ നിന്നെ അതനുസരിച്ചേ തനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സ് വെക്കാതെ തുറന്നു കാണിക്കണം. അല്ലാതെ ചുമ്മാ മനുഷ്യനെ വട്ടാക്കരുത് കേട്ടോ. ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്ന് എനിക്കറിയോ. എനിക്ക് മനസ്സിലായി ജോ, ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല. അപ്പം എന്തായാലും ഇനി നമ്മളെ സെറ്റല്ലേ? പിന്നെ നമ്മളിനി പോലെ ഒന്നല്ലേ.